അപ്പോൾ ഞാൻ ഇന്ന് ക്യാഷിഫൈയിൽ നിന്നൊരു റീഫർബിഷ്ഡ് iPhone 10 മേടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് റിവ്യൂ ആണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് സംഭവം. പാക്കിങ് ഇങ്ങനെ വരും. iPhone 10 256 GB ആയിരുന്നു. അപ്പം 18,899 രൂപ ആയിരുന്നു ഇതിൻ്റെ MRP. അപ്പം സാധനം ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഞാൻ കൊടുത്തത്. സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് ആണെന്ന് ചെയ്യുന്നത്. ഇങ്ങനെയാണ് എൻ്റെ പാക്കിങ് വരുന്നത്. ബി ദ ചേഞ്ച് ക്യാഷിഫൈ എന്നൊക്കെ പറഞ്ഞിട്ട് 6 മാസം വാറൻറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബില്ലാണ് 18,899 രൂപ. സംഭവം നമുക്ക് വേണ്ടത് ഫോട്ടോ ബില്ല്. ഇതാണ് നമ്മുടെ ഡിവൈസ് വരുന്നത്. ഇപ്പം ഡിവൈസ് ഇങ്ങനെ ഒരു പാക്കിങ്ങിലായിരുന്നത്. ഇപ്പം ഡിവൈസ് നോക്കുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ വേറെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം. ഇത് അതിൻ്റെ ഒരു ബ്രോഷർ പോലുള്ള എന്തോ സെറ്റപ്പ്. റീഫർബിഷ്ഡ് മോഡൽസിനെ കുറിച്ചിട്ടും അവരുടെ സർവീസ് സെൻ്ററിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു ചെറിയൊരു ബ്രോഷറാണ്. അതും വേണ്ട. ഇത് അവരുടെ വാറൻറ്റി ആൻഡ് റീപ്ലേസ്മെൻറ്റിനുള്ള കാർഡ്. 6 months വാറൻറ്റിയും റീപ്ലേസ്മെൻറ്റ് പോളിസിയും പറയുന്നുണ്ട്. ഡിവൈസ് സ്കാനർ, അത് വാറൻറ്റിക്കുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് ഒരു അഡാപ്റ്ററുണ്ട്. Type C ആണ്. ഇത് എത്ര വാട്ട്സ് ആണെന്ന് ചോദിച്ചാൽ ഇതാവട്ടെ. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് ഒരു ചാർജിങ് USB കേബിളുണ്ട്. ഒരു സൈഡ് ലൈറ്റ്നിങ്ങും ഒരു സൈഡ് Type C ഉള്ളത്. ഇതിനകത്തൊന്നും വേറെ ഒന്നുമില്ല. നമുക്ക് ഡിവൈസ് ഓപ്പൺ ചെയ്യാം. സേഫ് പാക്കിങ്. ഡബിൾ ബാഗ് വെച്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. പിങ്ങിയിരിക്കും ഡിവൈസ്. സ്ക്രാച്ച് കുറേ ഉണ്ട് ഇതിൻ്റെ പുറവശത്തൊക്കെ. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ സ്ക്രാച്ചസ് കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട് വശത്ത് കാര്യമായ സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല. ഇത് ഫെയർ കാറ്റഗറിയാണ് വരുന്നത്. ഈ സൈഡിലൊക്കെ നമുക്ക് കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഫെയർ എന്നുള്ള കാറ്റഗറി വരുന്നതാണ്. ഗുഡും അല്ല സൂപ്പറും അല്ല, ഫെയർ ആണ്. ഇപ്പം 256 GB അന്നേരം ഫെയർ കാറ്റഗറിയിലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വേണ്ടി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. എന്താ ഓണാവാത്തെ? എനിക്ക് ഡെലിവറി എടുത്ത സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സംഭവം ഇതിനകത്ത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട്. അപ്പം മാത്രമല്ല, ഈ ഡെലിവറി കൊണ്ടുവന്ന അവരും പറഞ്ഞ് സംശയം വന്നാൽ എടുക്കരുത്, പറ്റിയതായിരിക്കും എന്ന് അവർ തീർത്ത് പറയുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ റിസ്ക് എടുത്തതാണ് സംഭവം. യെസ്, ഫോൺ അങ്ങനെ ഓൺ ആയിട്ടുണ്ട്. iPhone 10 256 GB ആണിത്. ആദ്യം ഇതിൻ്റെ ബാറ്ററി നോക്കാം. ബാറ്ററി ഹെൽത്ത് 100% കാണിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ബാറ്ററി മാറ്റിയിട്ടുണ്ടാവും. ബാറ്ററി മാറ്റി വെച്ചതായിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ ജനറലിനകത്ത് iPhone
സ്റ്റോറേജ് 11 GB of 256 GB. അത് കുഴപ്പമില്ല. ബാക്കിയൊക്കെ ഉപയോഗിച്ച് നോക്കിയാൽ അറിയത്തുള്ളൂ. അപ്പം ഇതിൻ്റെ അൺബോക്സിങ് നടക്കട്ടെ. ഒരു 2-3 മാസം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ ഇടാമെന്ന് വിചാരിക്കുന്നത്. സ്ക്രാച്ചസ് ഇതിനകത്ത് ഒരുപാടുണ്ട്. ഈ സൈഡിലിങ്ങനെ തൊടുമ്പോൾ നമുക്ക് എന്തോ ഒരു പാട് നമുക്ക് തോന്നുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ സീൽ ചെയ്തപ്പോൾ എന്ത് പശ വന്നാണൊക്കെ തോന്നുന്നു. പക്ഷേ ഈ സൈഡിൽ നമുക്കതില്ല. ഈ സൈഡിൽ അങ്ങനെ തോന്നുന്നുണ്ട്, തൊടുമ്പോൾ ഒരു സംഭവം തോന്നുന്നുണ്ട്. പിന്നെ സ്ക്രാച്ചസ് പുറകിൽ ഒരുപാട് സ്ക്രാച്ചസ് ഉണ്ട്. സ്ക്രാച്ചും പിന്നെ ഈ നേരത്തെ ഉപയോഗിച്ചിരുന്ന പൗച്ച് അങ്ങാണ്ട് ഉപയോഗിച്ചിട്ട് ആ പൗച്ച് കളഞ്ഞിട്ടുള്ള പാടായിരിക്കണം. വേറെ ഒറ്റ നോട്ടത്തിൽ കംപ്ലൈൻസ് ഒന്നുമില്ല. ക്യാമറയൊക്കെ കുഴപ്പമില്ല. വേറെ കുറച്ചും കൂടെ ഉപയോഗിച്ചേക്കാനേ അറിയത്തുള്ളൂ. പിന്നെ അബൌട്ട് മോഡൽ നമ്പർ NQA. ഈ N വരുന്നത് റീപ്ലേസ്ഡ് ഡിവൈസസ് എന്നാണ്. ഇനി എന്താണോ ഈ സീരിയൽ നമ്പർ സീരിയൽ നമ്പർ ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സീരിയൽ നമ്പർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ മോഡലിൻ്റെ വർഷമൊക്കെ അറിയാൻ പറ്റും. ഇപ്പം സെറ്റിങ്സിൽ അത്രയും. പിന്നെ ക്യാമറയ്ക്കൊന്നും ഡിഫക്ട്സ് ഒന്നും തോന്നുന്നില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ഉപയോഗിച്ച് നോക്കിയാൽ അറിയത്തുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ എനിക്ക് അറിയത്തില്ല. ഫസ്റ്റ് ഇംപ്രഷൻ വലിയ ഡിഫക്ട്സ് ഒന്നും കാണുന്നില്ല. പുറകെ സൈഡിൽ കുറച്ച് സ്ക്രാച്ചുകളും പാടുകളും ഉണ്ട്. അത് കുഴപ്പമില്ല. ഡിസ്പ്ലേയിലൊന്നും ഒരു പ്രശ്നമില്ല. സൈഡ് പാനലിലും ഉണ്ട്. അതൊന്നും വലിയ വിഷയമില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ട്രൂ ടോൺ നോക്കണം. അതിന് ട്രൂ ടോൺ ഉണ്ട്. ഫങ്ഷണൽ ഡിഫക്ട്സ് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. പിന്നെ ഇതിനകത്ത് ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡ് അതിനും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടേ അറിയാൻ പറ്റത്തുള്ളൂ. 2-3 മാസം ഉപയോഗിച്ചിട്ട് ഒരു റിവ്യൂ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.